السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബസ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ഒരു മനോഹരമായ സമഗ്രമായ സംഭാഷണത്തെ സംബന്ധിച്ച് അതാണ് ഈ ഹദീസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മഹാനർ വന്നിട്ട് അത്തൈതു റസൂലുള്ളാഹ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. ചെന്നപ്പോ റസൂലുള്ളാഹിയോട് ഞാൻ ചോദിച്ചു, മമ്മഅക അലാ ഹാദൽ അംർ, ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ആരാ ഉള്ളത്? ഏത് കാര്യത്തിൽ? ഈ ദീനിന്റെ കാര്യത്തിൽ, ഈ ദീനിന്റെ പ്രബോധനത്തിൽ, ഈ ദീനിന്റെ വിഷയത്തിൽ ആരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അടിമയായ ബിലാലും സ്വതന്ത്രനായ അബൂബക്കറുമാണ് എന്റെ കൂടെയുള്ളത്. അതായത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തത്, സ്വതന്ത്രന്മാരും എന്റെ കൂടെയുണ്ട്, അതേപോലെ തന്നെ അടിമയും എന്റെ കൂടെയുണ്ട്. ഞങ്ങൾക്കിടയിൽ വിവേചനങ്ങളില്ല, വംശീയമായ പ്രശ്നങ്ങളില്ല, വർഗീയതയില്ല, അങ്ങനെ ഒരു സംഗതിയും ഞങ്ങൾക്കിടയിലില്ല. ഖുൽതു, ആ സമയത്ത് മഹാനർ പറയുന്നു, ഞാൻ ചോദിച്ചു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സംസാരം നന്നാക്കൽ, നല്ല വാക്ക് പറയൽ, ഭക്ഷണം നൽകലുമാണ് ഇസ്ലാം. ഇസ്ലാം എന്നത് കേവലം ആരാധനകൾ മാത്രമല്ല, സഹജീവികളോടുള്ള പെരുമാറ്റം, സാമൂഹിക പ്രതിബദ്ധത, ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്. നല്ല വാക്ക് പറയുന്ന നാവും ഭക്ഷണം നൽകുന്ന നല്ല കൈകളും, അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് വലിയൊരു സമ്പത്താണ്, വലിയ പ്രാമുഖ്യം ഇസ്ലാം അതിന് നൽകുന്നുണ്ട്. ഖുൽതു, വീണ്ടും ചോദിച്ചു ഞാൻ, മൽ ഈമാൻ, എന്താണ് ഈമാൻ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അസ്സബ്റു വസ്സമാഹ, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ ക്ഷമയും അതേപോലെ തന്നെ ഉദാരതയുമാണ് ഈമാൻ എന്ന് പറഞ്ഞു കൊടുത്തു. ജീവിതത്തിലെ പ്രയാസങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളിൽ കാണിക്കുന്ന, കൽപ്പന പാലിക്കുന്നതിൽ കാണിക്കുന്ന ക്ഷമ, എന്ത് പ്രയാസം ഉണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടെ റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഔദാര്യത്തോടെയും മനസ്സലിവോടെയും വിട്ടുവീഴ്ചയോടെയും പെരുമാറുന്ന ഉദാരത, ഇതാണ് ഈമാൻ. അപ്പം വീണ്ടും ഞാൻ ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏറ്റവും ഇസ്ലാം ഏത് കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നുവോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഗുണം. വാക്കുകൾ കൊണ്ടുള്ള പരിഹാസവും കൈകൾ കൊണ്ടുള്ള ഉപദ്രവവും ഇതെല്ലാം ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പിന്നെ ചോദ്യം, ഖുൽതു, ഞാൻ ചോദിച്ചു, അയ്യുൽ ഈമാനി അഫ്ളലു, വിശ്വാസത്തിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുലുഖുൻ ഹസൻ, സൽ സ്വഭാവം. ആന്തരിക വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം അത് പുറത്തു വരുന്നത് ഉത്തമമായ സ്വഭാവമാണ്. ഉള്ളിൽ കിടക്കുന്നത് പുറത്തു വരുന്നു. ഉത്തമ സ്വഭാവം, ഉന്നത സ്വഭാവം, ഈ ഗുണം ഒരാൾക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു വിശ്വാസിയായി, യഥാർത്ഥ വിശ്വാസിക്ക്, പൂർണ്ണ വിശ്വാസിക്ക്. അല്ലാഹുവിന്റെ റസൂലിനോട് പിന്നെയും ഞാൻ ചോദിച്ചു, അയ്യുസ്വലാത്തി അഫ്ളലു, ഏത് നമസ്കാരമാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൂലുൽ ഖുനൂത്ത്,
ദീർഘനേരം അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുക. ആ കൂടുതൽ നൃത്തമുള്ള നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമസ്കാരത്തിൽ എന്ത് ചെയ്യുക? ഖുർആൻ ഓതിക്കൊണ്ട് ദീർഘനേരം നിൽക്കുന്നതും അല്ലാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുന്നതും ഇബാദത്തിലായി അല്ലാഹുവിലായി മുഴുകുന്നതും നമസ്കാരത്തിന്റെ ഭംഗിയും ശ്രേഷ്ഠതയും ഒക്കെ കൂട്ടുന്നതാണ്. അതല്ലേ നിസ്കാരത്തിൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അല്ല, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മൗമൂമിങ്ങൾ അവരുടെ സമ്മതം ഉണ്ടാവണമെന്നാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് എത്രയും ദീർഘിച്ച് ഓതി പരമാവധി നിന്നുകൊണ്ട് നൃത്തം നീട്ടിക്കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഒരു ചോദ്യം ഖുൽതു, ഞാൻ ചോദിച്ചു, അയ്യുൽ ജിഹാദി അയ്യുൽ ഹിജ്റതി അഫ്ളലു, നബിയേ ഏത് ഹിജ്റയാണ്, പാലായനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻത ഹിജ്റ മാ കരിഹ റബ്ബുക, നീ ഹിജ്റ പോവലാണ് എന്തിനെ തൊട്ട്? നിന്റെ രക്ഷിതാവ് വെറുത്തതിനെയെല്ലാം നീ വെടിയലാണ്. നാട് വെടിഞ്ഞു പോകുന്നത് മാത്രമല്ല ഹിജ്റ, അല്ലാഹു കോപിക്കുന്ന പാപങ്ങൾ, ചീത്ത ശീലങ്ങൾ, അധർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് പൂർണ്ണമായും എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് അകന്ന് നിന്നുകൊണ്ട് അവൻ മാറി നിൽക്കുന്നതാണ്. അതിനോടൊക്കെ സമദൂരം, അതല്ലെങ്കിൽ അതിനോടൊക്കെ ദൂരം പാലിക്കുക, അതൊക്കെ ഒഴിവാക്കുക, പൂർണ്ണമായും വെടിയുക. അതാണ് ഏറ്റവും വലിയ ആന്തരിക ഹിജ്റ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ചോദ്യം, അയ്യുൽ ജിഹാദി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ് നബിയേ? ഈ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ഖറ ജവാദുഹു വ ഉഖ്രി ഖദമുഹു. ഏത് ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠം? ആരുടെയെങ്കിലും കുതിര കൊല്ലപ്പെടുകയും രക്തം ചിന്തപ്പെടുകയും ചെയ്തോ? ആരുടെ കുതിരയാണോ കൊല്ലപ്പെട്ടത്, രക്തം ചിന്തപ്പെട്ടത്, ധീരമായി പോരാടി രക്തസാക്ഷിയായവന്റെ അതാണ്. അഥവാ ഇതെല്ലാം സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം ജീവനും സ്വത്തും എല്ലാം പൂർണ്ണമായി രക്തസാക്ഷിത്വം വഹിച്ച ഷഹാദത്ത് വരിക്കുന്നതാണ് ഏറ്റവും ഉയർന്ന ജിഹാദ്. ഇതാരാ പറയുന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓന്റെ യുദ്ധത്തിന്റെ കുതിര അടക്കം കൊല്ലപ്പെട്ട്, അവന് വീണ് കുതിരയും കൊല്ലപ്പെട്ട്, എല്ലാം കൊല്ലപ്പെട്ട്, ഓനും കൊല്ലപ്പെട്ട്, ആ രീതിയിലുള്ള ഷഹാദത്ത് വഹിച്ചവനാണ്. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നെ റസൂലുള്ളാഹിയോട് ചോദ്യം, അയ്യു സഅഅതി അഫ്ളലു, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സഅത്താണ്, സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് സമയമാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ജൗഫുൽ ലൈലിൽ ആഖിർ, അവസാനത്തെ. ഏത് സമയമാണെന്ന്? രാത്രിയുടെ അവസാന പകുതി, രാത്രിയുടെ മധ്യത്തിനു ശേഷമുള്ള സമയം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, തഹജ്ജുദിന്റെ സമയം, അവസാനത്തെ യാമം, അല്ലാഹുവിലേക്ക് അടുക്കാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട അബസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ 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 പ്രധാനപ്പെട്ട അംർ ബിൻ അബസ എന്ന് പറയുന്ന സ്വഹാബിയുടെ ഈ സംഭാഷണം ലോകത്ത് എല്ലാവർക്കും, അല്ലെ, വിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് ആയത്തിലുള്ള പാഠങ്ങൾ നൽകുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.